പാപ്പ പറയുന്നു, യുദ്ധത്തിന്റെ തിന്മയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിക്കട്ടെ. കർത്താവ് മഹത്വൽക്കരിക്കപ്പെട്ട തന്റെ ശരീരം, പ്രത്യേകിച്ചും അവന്റെ മുറിവുകൾ, കുരിശാരോഹണത്തിന്റെ അടയാളങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നു. പീഡാനുഭവത്തിന്റെ ഈ അടയാളങ്ങൾ വാക്കുകളേക്കാൾ വാചാലമാണ്. മരിച്ചവൻ എന്നത്തേക്കും ജീവനുള്ളവനായിരിക്കുന്നു. ഭയം കൊണ്ടും വഞ്ചന കൊണ്ടും മുദ്രിതമായിരിക്കുന്ന മാളികമുറി ക്രിസ്തു നൽകിയ പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെ ഉത്ഥാനത്തിന്റെ ഗർഭപാത്രമായി മാറിയിരിക്കുന്നു. പന്തക്കുസ്ത അതുകൊണ്ട് പീഡാനുഭവത്തിന്റെയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും ഉത്സവമാണ്. കൃപയാൽ അത് നമ്മുടെ എല്ലാവരുടേതുമാണ്. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആത്മാവ് എപ്പോഴും സമാധാനത്തിന്റെ ആത്മാവാണ്. ക്രിസ്തു ദൈവത്തിനും മനുഷ്യവംശത്തിനുമിടയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുകയും ലോകം മുഴുവൻ പരത്തുകയും ചെയ്യുന്നു. ക്ഷമയിൽ നിന്ന് ജനിക്കുന്ന ഈ സമാധാനം നമ്മെ ക്ഷമയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൗത്യത്തിന്റെ ആത്മാവാണ്. സുവിശേഷത്തിന്റെ സഹപ്രവർത്തകരാണ് നാം എല്ലാം. സുവിശേഷത്തിന്റെ വെറും കാവൽക്കാരിയല്ല, മുഖ്യ പോരാളിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നമ്മുടെ പ്രഘോഷണങ്ങൾ സന്തോഷവും പ്രത്യാശയും നിറഞ്ഞതാകുന്നു. നാം സ്വയം ലോകത്തിന്റെ പുതുമയും ഭൂമിയുടെ ഉപ്പും പ്രകാശവുമാകുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിലുള്ള ഐക്യത്തെ ആത്മാവ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കുന്ന വിഭാഗീയത, കപടനാട്യം, പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങൾ എന്നിവയിൽ നിന്ന് അത് സഭയെ സംരക്ഷിക്കുന്നു. ഉദ്ധിതന്റെ ആത്മാവ് യുദ്ധത്തിന്റെ തിന്മയിൽ നിന്ന് നമ്മെ രക്ഷിക്കട്ടെ. ഭൗതികമായ വൻ ശക്തി കൊണ്ടല്ല, സ്നേഹത്തിന്റെ സർവശക്തി കൊണ്ട് യുദ്ധത്തെ നമുക്ക് മറികടക്കാം. മനുഷ്യരാശി ദുരിതങ്ങളിൽ നിന്നും മുക്തമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സമ്പത്ത് കൊണ്ടല്ല, അക്ഷയമായ ദാനം കൊണ്ടാണ് ലോകം രക്ഷിക്കപ്പെടുക. മെയ് 24 പെന്തക്കോസ്ത തിരുനാളിൽ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ദിവ്യബലിക്കിടെ നടത്തിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന്.